നമസ്കാരം, ഞാൻ ജിജി ഓറിയൻസ്. വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം. പുതുതായിട്ട് ഓറിയൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ബിസിനസിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒരു ബുക്കിലോ ഡയറിയിലോ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തുടക്കക്കാരൻ ചെയ്തിരിക്കേണ്ടതും അദ്ദേഹത്തിന് കിട്ടേണ്ടതുമായിട്ടുള്ള അറിവുകൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില പോയിന്റുകളാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ വളരെ നല്ല രീതിയിലുള്ള അച്ചീവ്മെന്റ്സും നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ബിസിനസ്സിൽ നിങ്ങളുടെ ഈ ഒരു ഓറിയൻസിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കാരണം ലക്ഷക്കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ ഒരു കമ്പനിയാണ് നമ്മുടെ ഓറിയൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയിൽ വ്യക്തമായിട്ടുള്ള അറിവോട് കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കാലഘട്ടം മാറുകയാണ്, ജീവിത ചെലവുകൾ കൂടുകയാണ്. 1960 കാലഘട്ടത്തിൽ ഇന്ത്യക്കകത്ത് ഒരു കുടുംബത്തിന് ജീവിക്കാൻ, അപ്പനും അമ്മയും 6 മക്കളുള്ള ഒരു കുടുംബത്തിന് ജീവിക്കാൻ മാസം വെറും 100 രൂപ മതിയായിരുന്നു. 20 വർഷങ്ങൾ പിന്നിട്ടു. 1980 കാലഘട്ടം എത്തിയപ്പോൾ അച്ഛനും അമ്മയും 4 മക്കളുള്ള ഒരു കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ 1000 രൂപ വേണമെന്നുള്ള സ്ഥിതിയിലേക്ക് വന്നു. എന്നാൽ അത് 2000 ആയപ്പോൾ മക്കളുടെ എണ്ണം കുറഞ്ഞു. അപ്പനും അമ്മയും 2 മക്കളടങ്ങുന്ന കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ 10,000 രൂപ വേണമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. എന്നാൽ 2020 ആയപ്പോൾ അത് 1,00,000 രൂപ പ്രതിമാസം ഉണ്ടെങ്കിൽ മാത്രമേ മാന്യമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ചെലവുകൾക്ക് കൂടി. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഇനി ഒരു 20 വർഷം കഴിഞ്ഞ് 2040 ആകുമ്പോൾ, ഇനി ഒരു 14 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 2040 ആകുമ്പോൾ ഇന്ത്യക്കകത്ത് ഒരു കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ 20 വർഷം കഴിയുമ്പോഴും ചെലവുകൾ 10 ഇരട്ടി കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ 2040 ആകുമ്പോഴത്തേക്കും ഒരു കുടുംബത്തിന് ഇന്ത്യക്കകത്ത് ജീവിക്കണമെങ്കിൽ മിനിമം മാസം 10 ലക്ഷം രൂപ വരുമാനം വേണ്ടി വരും. നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയുമായിട്ട് മുന്നോട്ട് പോയാൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ 10 ലക്ഷം രൂപ മാസം വരുമാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ഒരു ജോലിക്കാരനായി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയുമോ? കഴിഞ്ഞ നാളുകളിൽ ജോലി ചെയ്തിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഒരു ജോലിക്കാരന് ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. എന്നാൽ ജീവിതത്തിൽ ഒരു വ്യക്തി കാണുന്ന എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബിസിനസ്സാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത്, കോർപ്പറേറ്റ് കമ്പനികളാണ് എല്ലാ ബിസിനസ് മേഖലകളും ഇന്ന് കൈയേറിക്കൊണ്ടിരിക്കുന്നത്. അത് വെജിറ്റബിൾ ഷോപ്പുകളായിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് മേഖല ആയിക്കോട്ടെ, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളായിക്കോട്ടെ, അതുപോലെ തന്നെ എല്ലാ മേഖലകളും ഇന്ന് ബ്യൂട്ടി പാർലറുകളായിക്കോട്ടെ, എല്ലാം തന്നെ കോർപ്പറേറ്റ് മേഖലയിലേക്ക് കോർപ്പറേറ്റ് കമ്പനികൾ കൈയേറി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാലോ, റിലയൻസും അതുപോലെ തന്നെ വിവിധ കമ്പനികൾ, ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് ഇന്ന് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡിയോ പോലുള്ള, മാക്സ് പോലുള്ള വിവിധ ബ്രാൻഡുകൾ ഇന്ന് ഡ്രസ് മേഖലയിലേക്ക് വന്നതോടുകൂടി ചെറുകിട ടെക്സ്റ്റൈൽസുകാരുടെയൊക്കെ കച്ചവടം കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറുകൾ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ബാർബർ ഷോപ്പുകൾ ഇന്നില്ല. എല്ലാവരും ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾ ഷോപ്പുകളെല്ലാം തന്നെ ഇന്റർനാഷണൽ കമ്പനികൾ കൈയേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നൊരു സാധാരണക്കാരന് മറ്റ് ഒരു രീതിയിലും ബിസിനസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ വൻകിട കുത്തക കമ്പനികൾ ഇന്ന് എല്ലാ മേഖലകളും കൈയേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമേ ഇന്നൊരു സാധാരണക്കാരന് അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഇവിടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ, എക്സ്പെഷ്യലി ഓറിയൻസിൽ, ഒരു വ്യക്തിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. ടൈം ലിവറേജും മണി ഫ്രീഡം ഉള്ള ഒരു അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടിയിട്ട്
ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ കഴിയും, എക്സ്പെഷ്യലി ഓറിയൻസിലൂടെ കഴിയും. ഇവിടെ സമയമാണ് പൈസ. സമയത്തെ പൈസയാക്കി മാറ്റാൻ നമുക്കിവിടെ കഴിയും. നമ്മുടെ സമയം നമ്മൾ കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കിയെടുക്കാനും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടൈം ഫ്രീഡവും മണി ഫ്രീഡവും കിട്ടുന്ന ഒരു ലെവലിലേക്ക് എത്താനും കഴിയുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബാക്കി എവിടെ നമ്മൾ പോയി ജോലി ചെയ്താലും നമ്മൾ 8 മണിക്കൂറോ 10 മണിക്കൂറോ അധ്വാനിക്കുമ്പോൾ മാത്രം പ്രതിഫലം കിട്ടുന്നു. ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ 2 മാസമോ ഒരു ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു വ്യക്തി ഒരിക്കലും അദ്ദേഹത്തിന് വരുമാനം ലഭിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ ടൈം ആൻഡ് മണി നമുക്കൊന്ന് നോക്കാം. അൺഎംപ്ലോയ്മെന്റ്, ജോലി ഇല്ലാത്ത തൊഴിൽ രഹിതരായിട്ടുള്ള വ്യക്തികളെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സമയം ഒരുപാടുണ്ടാവും, പക്ഷെ പൈസ ഉണ്ടാവില്ല. അല്ലെ? ജോലി ഇല്ലാത്ത ആൾക്കാർ, പഠിച്ചിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവര്, അവർക്ക് സമയം ഒരുപാടുണ്ട്, പക്ഷെ പൈസ ഇല്ല. എന്നാൽ ചെറുകിട ബിസിനസ്സുകാരുണ്ട്, ചെറിയ ബേക്കറികൾ, ചെറിയ ഹോട്ടലുകളൊക്കെ നടത്തുന്ന ആൾക്കാർ, അവരെ ബിസിനസ്സുകാരെന്നാണ് നമ്മൾ വിളിക്കാറ്. പക്ഷെ അവർക്ക് ടൈമില്ല, പൈസ ഉണ്ടാവും. ഒരു ദിവസം അവരുടെ കട അടച്ചിട്ടോ അവരുടെ ഹോട്ടൽ അടച്ചിട്ടോ പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല. എന്നാൽ എംപ്ലോയ്മെന്റിനാണെങ്കിലോ അവർക്ക് സമയമില്ല, പൈസ ഇല്ല എന്നുള്ളതാണ് സത്യം. ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. എന്നാൽ സഫീഷ്യന്റ് ആയിട്ടുള്ള വരുമാനം ഉണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. ഒരു ഫിക്സഡ് സാലറി, ഒരു 25,000 രൂപയോ 15,000 രൂപയോ 30,000 രൂപയോ ആ സ്ഥാപനം ആ വ്യക്തിക്ക് സാലറി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് മാത്രമേ കിട്ടത്തുള്ളൂ. അവിടെയാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഇവിടെ നിങ്ങൾ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടൈം ഫ്രീഡവും മണി ഫ്രീഡവും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ടീമിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുള്ളൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ മാത്രം പ്രത്യേകതയാണ്. അത് മറ്റൊരു മേഖലയിലും കിട്ടാത്ത ഒരു കാര്യമാണ്. ആ ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് നമ്മുടെ കമ്പനിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നോ യുവർ കമ്പനി. നമ്മുടെ കമ്പനി ഓറിയൻസ് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓറിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിവ് കൂടോ അത്രത്തോളം നിങ്ങളുടെ ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് വിജയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഓറിയൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗ ബെസ്റ്റ് ഓറിയൻസിന്റെ മാത്രം പ്രത്യേകതയാണ് ഓറിയൻസ് പ്രോഡക്ട്സ് ബേസിക്കലി ഫ്രം ഇന്ത്യൻ ട്രഡീഷണൽ മെഡിസിൻ സിസ്റ്റം. ഇന്ത്യൻ പാരമ്പര്യ ചികിത്സാ സമ്പ്രദായത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമുക്കുണ്ട്. ഇന്ന് പല കമ്പനികളും 1, 2, 5 പ്രോഡക്ട്സ് വെച്ച് ബിസിനസ് ചെയ്യുമ്പോൾ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് 150-ലധികം പ്രോഡക്ട്സ് നമുക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. വരുന്ന 5 വർഷത്തിനകത്ത് അത് ആയിരക്കണക്കിന് പ്രോഡക്റ്റ് ഉള്ള ഒരു വലിയ ബ്രാൻഡായി, വലിയ കമ്പനിയായിട്ട് നമ്മുടെ കമ്പനി മാറാൻ വേണ്ടിയിട്ട് പോവാണ്. ഏത് ടൈപ്പിലുള്ള വ്യക്തികളെയും നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള പ്രോഡക്ട്സുകളുണ്ട്. വിവിധ കാറ്റഗറിയിലായിട്ടുള്ള പ്രോഡക്ട്സുകളുണ്ട്, റിസൾട്ട് ഉള്ള പ്രോഡക്ട്സുകളുണ്ട്. അതുപോലെ തന്നെ അച്ചീവബിൾ ബിസിനസ് പ്ലാൻ. ഏത് വ്യക്തിക്കും ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസി ആയിട്ട് റാങ്കുകൾ അച്ചീവ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് പ്ലാൻ. ഇന്ന് 65% പേഔട്ട് കൊടുക്കുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുള്ള ഒരേ ഒരു കമ്പനി കൂടിയാണ് ഓറിയൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും അധികം വരുമാനം കൊടുക്കുന്നത് നമ്മുടെ കമ്പനിയാണ് ഈ ഇൻഡസ്ട്രിയിൽ. 13,000 രൂപയുടെ 2 ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 3,800 രൂപ നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അഭിമാനത്തോടു കൂടി മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു 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 അഭിമാനം നമുക്കുണ്ടാവണം, അന്തസ്സുണ്ടാവണം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ബിസിനസ്സിൽ വരുന്ന വ്യക്തി വിവിധ മേഖലകളിൽ നിന്നാണ് വരുന്നത്. ഈ ബിസിനസ്സിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ആൾക്കാർ ഈ ബിസിനസ്സിലേക്ക് വരും. അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ സിസ്റ്റം, O2 സിസ്റ്റം കമ്പനിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ടീമുകൾക്കും ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വിജയിക്കാൻ പറ്റും. ഇനി ഓറിയൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റ് ആണ്. 25 വർഷത്തിലധികം ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള മാനേജ്മെന്റ് ആണ് നമുക്കുള്ളത്. അതിശക്തരായിട്ടുള്ള മാനേജ്മെന്റ്. ഈ ഇൻഡസ്ട്രിയുടെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും മനസ്സിലാക്കി ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് നമ്മളെ സാധാരണക്കാരനെ പോലെ പ്രവർത്തനം തുടങ്ങി ഈ ഒരു ബിസിനസ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള A to Z കാര്യങ്ങൾ മനസ്സിലാക്കി വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ഓഫീസ്. അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും, ഇത്രയും 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു
ഓഫീസുള്ള വേറെ ഒരു കമ്പനി നമ്മുടെ ഇന്ത്യയിലില്ല. അത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്വന്തമായിട്ട് നമുക്ക് കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റുകളൊന്നും ടൈപ്പ് പ്രോഡക്ട്സുകൾ അല്ലല്ലോ. നമ്മുടെ തന്നെ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സുകളാണ്. സ്വന്തമായിട്ട് റിസർച്ച് ടീമുണ്ട്. ഡോക്ടേഴ്സിന്റെ ഒരു നിര തന്നെ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് അവർ റിസർച്ചിലാണ്. പ്രോഡക്റ്റുകൾ ബെറ്റർ ക്വാളിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, പുതിയ ഫോർമുലകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ അവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 6 മാസം കഴിയുമ്പോഴും പ്രോഡക്റ്റിന്റെ ഗുണം കുറച്ചുകൂടി കൂട്ടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. GMP സർട്ടിഫൈഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് നമ്മുടെ എന്നുള്ളതും ഒരു വലിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള വിഷൻ. 2030 കഴിയുമ്പോൾ ഓറിയൻസ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി ലോകത്തിൽ അറിയപ്പെടുന്ന വെൽനസ് കമ്പനിയായിട്ട് മാറാൻ പോവാണ്. 100 രാജ്യങ്ങളിലേക്ക് ഓറിയൻസ് പറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ദെൻ മിഷനോ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. ജനങ്ങൾക്ക് വേണ്ട ആരോഗ്യവും സമ്പത്തും സന്തോഷവും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം, നമ്മുടെ മിഷൻ. അത് നമ്മൾ മനസ്സിലാക്കണം. ദെൻ ലീഗാലിറ്റി, സർട്ടിഫിക്കേഷൻസ്. ഇന്ത്യ ഗവൺമെന്റ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, ISO സർട്ടിഫിക്കറ്റ്, ഹലാൽ ഇന്ത്യ സർട്ടിഫിക്കറ്റ്, മൃഗക്കൊഴുപ്പോ കെമിക്കൽ കണ്ടന്റോ ഇല്ല, ആയുഷ് മന്ത്രാലയത്തിന്റെ അംഗീകാരം, ഹട്സ സർട്ടിഫിക്കറ്റ്, FSSAI അംഗീകാരം, USFDA അംഗീകാരം. ഇത്രയും സർട്ടിഫിക്കറ്റ്സുകൾ കിട്ടിയിട്ടുള്ള ഇന്ന് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ഒരൊറ്റ കമ്പനിയുള്ളൂ. അത് നമ്മുടെ ഓറിയൻസ് ആണ്. അതും നമുക്ക് അഭിമാനത്തോടു കൂടി പറയാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ FTSAയുടെ ഫൗണ്ടർ മെമ്പറാണ് നമ്മുടെ കമ്പനി. അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിൽ നടത്തുന്ന, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, നടത്തുന്ന എല്ലാ ഡയറക്ട് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകളും നിറസാന്നിധ്യമാണ് നമ്മുടെ കമ്പനി. അതും നമ്മൾ മനസ്സിലാക്കണം. ദെൻ നമ്മൾ ചെയ്യുന്നത് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ട്രെൻഡായിട്ടുള്ള ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ വിജയം സുനിശ്ചിതമാണ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 1980 തൊട്ട് 2020 വരെയുള്ള ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ 1980 കാലഘട്ടം എന്ന് പറയുന്ന അഗ്രികൾച്ചർ റവല്യൂഷൻ നടന്ന കാലഘട്ടമാണ്. കാർഷിക വിപ്ലവം. അന്ന് കാർഷിക മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തികളെല്ലാം കോടീശ്വരന്മാരായി, ലക്ഷപ്രഭുക്കളായി മാറിയിരുന്നു. അത് കഴിഞ്ഞോ 1990 കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു, വ്യാവസായിക വിപ്ലവം വന്നു. അന്ന് അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ മേഖലയിൽ പ്രവർത്തിച്ചവരും ബിസിനസ് ചെയ്തവരും കാശുണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ 2000 IT റവല്യൂഷൻ വന്നു. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വലിയ വിപ്ലവം തന്നെ വന്നു. ആ സമയത്ത് കമ്പ്യൂട്ടർ പഠിക്കുകയും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളും ബിസിനസ്സുകളും ചെയ്തവർ കാശുണ്ടാക്കി. IT മേഖലയിലൊക്കെ ഹയസ്റ്റ് വരുമാനങ്ങൾ കിട്ടിയിരുന്ന ഒരു കാലഘട്ടമാണ് 2000 കാലഘട്ടം. അത് കഴിഞ്ഞ് 2020 ആയപ്പോഴത്തേക്കും ഇന്ന് ഗ്ലോബലി ഏറ്റവും വലിയ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് റവല്യൂഷൻ, അല്ലെങ്കിൽ വെൽനസ് ഇൻഡസ്ട്രി. ആ ഒരു വെൽനസ് റവല്യൂഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ഈ വെൽനസ് ഇൻഡസ്ട്രി, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെൽനസ് ഇൻഡസ്ട്രി എന്നുള്ളത് സത്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ടോക്സിക് ഏജിലാണ്. എവിടെയും മായവും മാലിന്യങ്ങളും കെമിക്കൽസിന്റെ അതിപ്രസരമാണ്. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ ടോക്സിൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമല്ല, ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുള്ള വെള്ളമാണ്. പ്രത്യേകിച്ചും ബോർവെല്ലിലുള്ള വെള്ളമൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഹെവി മെറ്റൽസിന്റെ അതികഠിനമായിട്ടുള്ള കാഠിന്യമുണ്ട്. അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ, വായു ഇന്ന് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. പൊല്യൂഷൻ ഒരു രക്ഷയുമില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരമോ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്. വായ്ക്ക് രുചി ഉണ്ടെങ്കിൽ വയറ് നിറച്ച് കഴിക്കുകയാണ്, രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനും ഏതിനും ഇംഗ്ലീഷ് മെഡിസിൻ. കെമിക്കലിന്റെ അതിപ്രസരമാണ്. കെമിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാണ് ഇംഗ്ലീഷ് മെഡിസിനുകൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ. എന്നാൽ ശരീരത്തിന് ഈ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനുള്ളൊരു സപ്പോർട്ട് കൂടി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ പ്രവൃത്തി ചെയ്യുകയും നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സമൂഹത്തിൽ രോഗികളായി കൊണ്ടിരിക്കുന്ന വ്യക്തികളെടുത്ത് പരിശോധിച്ചാൽ 80% വ്യക്തികളും രോഗാവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്. ഒരു സുപ്രഭാതത്തിൽ ആരും രോഗികളായിട്ടില്ല. പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങൾ. നിരന്തരമായിട്ട് ഏതെങ്കിലും അവയവത്തിന് കൃത്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടാതെ വരുന്നു. ആ ഒരു സിസ്റ്റവും ആ ഒരു ഓർഗണും ആദ്യം ഡിസോർഡറിലേക്ക് പോകുന്നു. വീണ്ടും നമ്മളത് പരിഗണിക്കാതെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴത്തേക്കും അത് ഡിസീസിലേക്ക് പോവാണ്. ഇനി 20% ആൾക്കാർക്ക് മാത്രമേ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പരത്തുന്ന അസുഖങ്ങളുള്ളൂ. ബാക്കി എല്ലാവരും രോഗികളാക്കുന്ന എന്താ? ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മളിത് ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലേ? ഫുഡ് സപ്ലിമെന്റുകളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ഫുഡ് സപ്ലിമെന്റുകളുടെ ആവശ്യകത എന്താണ്?
നമ്മളിന്ന് കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് കിട്ടുന്നത് ഫാറ്റ്, കൊളസ്ട്രോൾ, കാർബോഹൈഡ്രേറ്റും ഷുഗറും സാൾട്ടും കെമിക്കലും. ശരീരത്തിന് വേണ്ടതോ പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും ആണ്. അപ്പൊ ശരീരത്തിന് വേണ്ടാത്ത സാധനങ്ങളെ പുറന്തള്ളുകയും ശരീരത്തിന് വേണ്ടത് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഫുഡ് സപ്ലിമെന്റുകളുടെ ധർമ്മം. ഫുഡ് സപ്ലിമെന്റുകൾ നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ കിട്ടും. ഇനി ഓറിയൻസിന്റെ തിയറിയോ നമ്മുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. ആയുർവേദ സിദ്ധ യുനാനി കോമ്പിനേഷൻ അത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. ഇന്ന് ആയുർവേദ കമ്പനികൾ ഒരുപാടുണ്ട്, സിദ്ധ കമ്പനികൾ ഒരുപാടുണ്ട്, യുനാനി കമ്പനികളുണ്ട്. പക്ഷെ ഇതിന്റെ മൂന്നിന്റെയും കോമ്പിനേഷൻ സപ്ലിമെന്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന വേൾഡിലെ ഒരേ ഒരു കമ്പനിയും നമ്മുടെ ഓറിയൻസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഒപ്പം തന്നെ യോഗ ആൻഡ് മെഡിറ്റേഷൻ അത് ഓറിയൻസിന്റെ സിസ്റ്റമാണ്. വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്, 150-ലധികം പ്രോഡക്ട്സുകൾ ഇപ്പോൾ തന്നെ ഉള്ള ഒരു വലിയ കമ്പനിയാണ് നമ്മുടെ കമ്പനി. വിവിധ കാറ്റഗറിയിൽ വെൽനസ് പ്രോഡക്റ്റുകളുണ്ട്, ആയുർവേദ പ്രോഡക്റ്റുകളുണ്ട്, ഗ്ലിറ്റർ പ്രോഡക്റ്റുകളുണ്ട്, ഷൈൻ ഉണ്ട്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഉണ്ട്, എക്വിപ്മെന്റ്സ് കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്, സ്പൈസ് ബോക്സ്, അങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സ് നമുക്കുണ്ട്. ഇനി നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല ഡയറക്ട് സെല്ലിംഗ്. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? ഇടനിലക്കാരോ പരസ്യ സംവിധാനം ഇല്ലാതെ കമ്പനിയിൽ നിന്നും ഡയറക്റ്റ് കസ്റ്റമറിലേക്കും ആ കസ്റ്റമറുടെ കെയർ ഓഫിൽ അവരുടെ വേണ്ടപ്പെട്ട വ്യക്തികളിലേക്കും അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ട വ്യക്തികളിലേക്കും പ്രോഡക്റ്റുകൾ വിതരണം ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡയറക്ട് സെല്ലിംഗ്. ഇവിടെ ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ല. ഇനി എന്താണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത? എന്താണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ, ഒന്ന്, സ്മോൾ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്. ഓറിയൻസിൽ സ്റ്റാർട്ടപ്പ് കോസ്റ്റേ ഇല്ല. ആവശ്യമുള്ള പ്രോഡക്റ്റ് നമുക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് നോ റിസ്ക്, ഒരു റിസ്കും ഇല്ല. ഇനി വീട്ടിലിരുന്നും ഈ ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്രത്യേകത. ടെക്നോളജിയൊക്കെ വളർന്ന സ്ഥിതിക്ക് ഗൂഗിൾ മീറ്റിങ്ങൾ, സൂം മീറ്റിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്താൽ പോലും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവർ ആണ്. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഏത് സമയത്തും ഫ്രീ ടൈമിലും നമുക്ക് പ്രവർത്തിച്ച് പൈസ ഉണ്ടാക്കാം. ഏത് സമയത്തും നമുക്ക് പ്രവർത്തിക്കാം. ദെൻ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫർട്ട്. നമ്മൾ ചെയ്യുമ്പോൾ മാത്രമല്ല, നാളെ നമ്മുടെ കൂടെ വരുന്ന വ്യക്തികൾ പ്രവർത്തിക്കുന്നതിന്റെ ഗുണവും നിങ്ങൾക്ക് കിട്ടും. ദെൻ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. സെയിൽ ടാക്സും ഇൻകം ടാക്സും ജെന്യൂൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്, എസ്പെഷ്യലി ഓറിയൻസ്. നമുക്ക് 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഗവൺമെന്റ് അടച്ചിട്ടുള്ള ടാക്സ് കഴിഞ്ഞിട്ടുള്ള പൈസയെ നമ്മുടെ അക്കൗണ്ടിൽ വരുള്ളൂ. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ GST അടക്കമുള്ള ടാക്സ് ഗവൺമെന്റിലേക്ക് കിട്ടുന്നുമുണ്ട്. അതുപോലെ തന്നെ നോ എംപ്ലോയീസ് റിക്വയർഡ്. ഇവിടെ നമ്മൾ ഒരാളിനെ ജോലിക്ക് വെക്കണ്ട. നമ്മുടെ കൂടെ ഓരോ വ്യക്തികൾ ബിസിനസ്സിൽ വന്നാലും അവർക്ക് നമ്മൾ സാലറി കൊടുക്കുകയും വേണ്ട. അവർ ചെയ്യുന്ന ബിസിനസ്സിനുള്ള പ്രോഫിറ്റ് കമ്പനി തന്നെ അവർക്ക് കൊടുത്തോളും. അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു റിസ്കും ഇല്ല. ദെൻ പോസിറ്റീവ് എൻവയോൺമെന്റ്. ഇവിടെ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് നല്ലൊരു ടീമിനോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും ബിസിനസ് ചെയ്യാൻ. ഒരാൾ പോലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തില്ല. യു ക്യാൻ, നിങ്ങൾക്ക് കഴിയുമെന്ന് മാത്രമേ അവർ പറയാറുള്ളൂ. ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇൻഎക്സ്പെൻസീവ് ട്രെയിനിങ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സാധാരണക്കാരായിട്ട് വരുന്ന വ്യക്തികൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ വ്യക്തികളിൽ വരുന്ന പേഴ്സണൽ മാറ്റം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സ്, ആയിരക്കണക്കിന് വ്യക്തികൾ ആ രീതിയിൽ ഡെവലപ്പ് ആയത് ഞാൻ കണ്ടിട്ടുണ്ട്. വന്നപ്പോഴും ഒരു ഓട്ടോ ഡ്രൈവർ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് സ്വന്തം കാറിൽ വന്നിറങ്ങുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കൂലി വേലയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്ന 100 കണക്കിന് ആൾക്കാർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് സ്വന്തം കാറുകളിൽ വന്നിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. പക്ഷെ അതിനെക്കുറിച്ച് പഠിക്കാൻ ഇവിടെ വലിയ ചെലവൊന്നുമില്ല. ടീമുകൾ കണ്ടക്ട് ചെയ്യുന്ന കമ്പനി കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. ഒപ്പം നിങ്ങൾ ജിജി ഓറിയൻസ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ. നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യൽ, എത്ര വേണമെങ്കിലും പരിധിയില്ലാതെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസരം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ട്രഡീഷണൽ ബിസിനസ്? ഒരു ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറിലൂടെയും ഡിസ്ട്രിബ്യൂട്ടർ ചാനലിലൂടെയും അഡ്വർടൈസ്മെന്റിലൂടെയും റീറ്റെയിലേഴ്സ് വഴി കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം. ഒരു കമ്പനിയുടെ ഫാക്ടറി എവിടെയെങ്കിലും ഉണ്ടാവും. അവർക്ക് ഒരു
ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, കൺട്രി സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, അല്ലെ? അങ്ങനെ വിവിധ സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും. അതിനുശേഷം ആ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്നും നമ്മുടെ നാട്ടിലുള്ള ചെറിയ കടകളിലേക്കുള്ള വ്യക്തികൾ അവിടെ പോയി ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവച്ച് റീറ്റെയിൽ ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നു. അവിടെയോ ഇടനിലക്കാരുണ്ട്, പരസ്യ സംവിധാനമുണ്ട്. പരസ്യങ്ങളിലൂടെയാണ് അവരുടെ പ്രോഡക്റ്റുകൾ ജനങ്ങൾ അറിയിക്കുന്നത്. എന്നാലോ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം, ഓറിയൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം, ഇവിടെ ഇടനിലക്കാരാരാന്ന് വെച്ചാൽ ഓറിയൻസിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഇവിടെ പരസ്യക്കാരാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറിയൻസിലെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഓറിയൻസിന്റെ പ്രോഡക്റ്റുകൾ, ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, വായ്മൊഴിയാൽ പബ്ലിസിറ്റി കൊടുക്കുന്നത്, പരസ്യം കൊടുക്കുന്നത് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അപ്പോ ഇടനിലക്കാരും പരസ്യക്കാർക്കും മറ്റ് കമ്പനികൾ കൊടുക്കുന്ന മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന, അവിടെ കമ്പനികൾ 70% മാറ്റിവെക്കുന്നുണ്ട്, ഓറിയൻസ് 70% മാറ്റിവെക്കുന്നുണ്ട്. അവിടെ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും ട്രഡീഷണൽ രീതിയിൽ കിട്ടും. ഡയറക്ട് സെല്ലിംഗിൽ ആ 70% ആർക്ക് കിട്ടുമെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ഓറിയൻസിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്ന പരസ്യക്കാർക്കും ഓറിയൻസിന്റെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള നമുക്കും നമ്മുടെ കമ്പനി നമുക്ക് തന്നെ തിരിച്ചു തരുന്ന ഒരു സാഹചര്യം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴോ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നു. ഇവിടെ നമുക്ക് വേണ്ടത് ആരാണ്? കസ്റ്റമേഴ്സും വേണം, ഡിസ്ട്രിബ്യൂട്ടേഴ്സും വേണം. ഒരു വ്യക്തി ആദ്യം കസ്റ്റമറായിട്ട് വരുന്നു, ബിസിനസ് സാധ്യത മനസ്സിലാക്കുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറുന്നു. അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ആദ്യം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കും മേ ബി വരിക, കസ്റ്റമറായിട്ട് വരുന്നു. ആ വ്യക്തി ബിസിനസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറുന്നു. ഇങ്ങനെ കസ്റ്റമറായിട്ട് ഏതൊരു വ്യക്തി, ഈവൻ ഞാനും ഓറിയൻസിൽ ആദ്യം വന്നത് കസ്റ്റമറായിട്ടാണ്. ബിസിനസ് സാധ്യത മനസ്സിലാക്കിയപ്പോൾ ഓറിയൻസിന്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറി. അങ്ങനെ നിങ്ങളുടെ കൂടെ എത്രത്തോളം കസ്റ്റമേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിന് ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. 1920 US ആദ്യമായിട്ട് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 106 വർഷം പാരമ്പര്യമുള്ള, പഴക്കമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1997 ഈ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തത്. 29 വർഷം കഴിഞ്ഞു. ഒരുപാട് ലക്ഷക്കണക്കിന് വ്യക്തികൾ ഇന്ന് ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് വനിതകൾ, ഇന്ന് ഏറ്റവും കൂടുതൽ 53% വുമൻസ് ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളത്. 47% ജെൻസും ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. ഇനി ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നമ്മുടെ ഇന്ത്യയിൽ ആവശ്യമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. ആവശ്യമാണ്. കാരണം എന്താ? ഹ്യൂജ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലുണ്ട്, എക്സ്പെഷ്യലി ഓറിയൻസിലുണ്ട്. ആർക്കും വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഒരു അവസരവും ഇവിടെ ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് അൺഎംപ്ലോയ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചിട്ട് ജോലിയില്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുകയാണ്. തൊഴിൽ നഷ്ടപ്പെട്ട് വിദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന വ്യക്തികളുടെ എണ്ണം കൂടുകയാണ്. മൾട്ടിനാഷണൽ കമ്പനികളിൽ പ്രവർത്തിക്കുന്ന IT ഫീൽഡിലൊക്കെയുള്ള വലിയ വലിയ കമ്പനികളിൽ നിന്ന് കൂട്ടപ്പിരിച്ച് വിടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് വ്യക്തികൾ ഓരോ ദിവസം ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ പവർ. ആർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. ഒപ്പം തന്നെ സപ്പോർട്ട് ടു ഇൻക്രീസ് പെർ ക്യാപിറ്റൽ ഇൻകം, പ്രതിശീർഷ വരുമാനം. ഒരു വീട്ടിൽ 4 പേരുണ്ട്, 4 പേരും പ്രായപൂർത്തിയായവരാണെങ്കിൽ ആ 4 പേർക്കും വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന അവസരം ഇവിടെ ഉണ്ട്. 4 പേർക്കും ബിസിനസ് ചെയ്യാനുള്ള അവസരം ഈ ഇൻഡസ്ട്രിയിലുണ്ട്. പെർ ക്യാപിറ്റൽ ഇൻകം, പ്രതിശീർഷ വരുമാനം കൂടിയാൽ മാത്രമേ രാജ്യം സാമ്പത്തികമായിട്ട് ഉയരുള്ളൂ. ഒരു കുടുംബത്തിൽ 1-2 പേര് ജോലി ചെയ്യുന്നു, 4-5 പേര് അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണ്. എങ്ങനെ ചെലവുകൾ മുന്നോട്ട് പോകും? ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്ത് കുടുംബത്തിൽ 4 പേര് ജീവിക്കുകയാണ്. എങ്ങനെ ആ കുടുംബത്തിന് 10 പൈസ മിച്ചപ്പിടിക്കാൻ പറ്റും? അപ്പൊ എന്ത് വേണം? പ്രതിശീർഷ വരുമാനം കൂടണം. അതിന് അവസരം എവിടെയുണ്ട്? ഓറിയൻസിലുണ്ട്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുണ്ട്. ഒപ്പം തന്നെ വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം നടക്കുന്നത് ഈ ഇൻഡസ്ട്രിയിലാണ്, എക്സ്പെഷ്യലി ഓറിയൻസിലാണ്. അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറണം, വലിയ ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുക്കണമെങ്കിൽ വില്ലേജുകളിൽ നടക്കില്ല, ഗ്രാമപ്രദേശങ്ങളിൽ പോകണം, നഗരങ്ങളിൽ പോകണം. എന്നാൽ ആ അർബനൈസേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഇൻഡസ്ട്രിക്ക് കഴിയും. നിങ്ങൾ സാധാരണ ഒരു വില്ലേജിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് വേൾഡ് പൂര ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, ലോകം മുഴുവൻ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഇൻഡസ്ട്രിയിൽ കഴിയും, എക്സ്പെഷ്യലി ഓറിയൻസിൽ കഴിയും. അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഡ്രീം എല്ലാം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. നമുക്കറിയാലോ, പല മേഖലകളിലും
ആഗ്രഹമുള്ളവരുണ്ട് രക്ഷപ്പെടണമെന്ന്. പക്ഷെ അവര് എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, അവസരമില്ല. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവര് അവർക്ക് ആഗ്രഹമുണ്ട്, 1 ലക്ഷം രൂപ സാലറി വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ അവർക്ക് 30,000 രൂപയാണ് ഫിക്സഡ് സാലറി എങ്കിൽ എങ്ങനെ അവർക്ക് കിട്ടുക? എന്നാൽ ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പെഷ്യലി ഓറിയൻസിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്വപ്നങ്ങൾ വേണമെങ്കിലും ഇതിലൂടെ സാക്ഷാത്കരിക്കാനും കഴിയും. ഒപ്പം തന്നെ ഓറിയൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഹാർദവമായി സ്വാഗതം. ഓറിയൻസ് നമുക്ക് തരുന്നത് 9 തരത്തിൽ വരുമാനമാണ്. 9 തരത്തിൽ 9 ways ഓഫ് ഇൻകം. റീറ്റെയിൽ ബോണസ്, ഡയറക്ട് ബോണസ്, റവന്യൂ ബോണസ്, പാർട്ണർഷിപ്പ് ബോണസ്, റീപർച്ചേസ് ബോണസ്, ലീഡർഷിപ്പ് ബോണസ്, റിവാർഡ്, ഹോണറി ബോണസ്, ഗ്ലോബൽ ടേൺ ഓവർ ഫണ്ട്. ഈ 9 വരുമാനവും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. ഈ 9 വരുമാനവും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി, പ്രവർത്തിക്കാൻ തയ്യാറായാൽ മതി. നമ്മൾ ഗെറ്റിംഗ് സ്റ്റാർട്ടഡിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇത്രയും സ്റ്റെപ്പുകളാണ്. ഒന്ന്, യൂസ് ദ പ്രോഡക്റ്റ്, ഡ്രീം ആൻഡ് ഗോൾ, മേക്ക് എ ലിസ്റ്റ്, ഇൻവിറ്റേഷൻ, പ്രസന്റേഷൻ, ഷെയറിംഗ് ആൻഡ് സ്പോൺസറിംഗ്, ഫോളോ അപ്പ്, കൺസിസ്റ്റന്റ് ആൻഡ് പെർസിസ്റ്റന്റ്, ബിലീഫ്, ഫോളോ ദ എത്തിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു തുടക്കക്കാരനായിട്ടുള്ള ഒരു വ്യക്തി നിർബന്ധമായിട്ടും മനസ്സിലാക്കി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ്, യൂസ് ദ പ്രോഡക്റ്റ്. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം? ഓറിയൻസിന്റെ പ്രോഡക്ട്സ് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം? പേഴ്സണൽ റീസൺ ഉണ്ട്, ബിസിനസ് റീസൺ ഉണ്ട്, ഡ്യൂപ്ലിക്കേഷൻ റീസൺ ഉണ്ട്. നമുക്ക് പരിശോധിക്കാം എന്താണെന്നുള്ളത്. പേഴ്സണൽ റീസൺ എന്താണ്? നമ്മുടെ ഹെൽത്ത് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്, അല്ലേ? നമ്മൾ ആരോഗ്യമില്ലാതെ ആരോഗ്യത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് സംസാരിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഡക്ട്സ് യൂസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. ദെൻ ബിസിനസ് റീസൺ. നിങ്ങൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളവർ കാണുമ്പോൾ അവർ കോൺഫിഡന്റ് ആവും, നിങ്ങളുടെ കസ്റ്റമറും കോൺഫിഡന്റ് ആവും. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ സ്റ്റാറ്റസിൽ ഇടണം, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കണം. നിങ്ങൾ ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പ്രചരിപ്പിക്കുക. ഞങ്ങളൊക്കെ അത് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് സ്റ്റാറ്റസിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്നതിന്റെ വീഡിയോസോ ഫോട്ടോസോ ഇടുക. ദെൻ ഡ്യൂപ്ലിക്കേഷൻ. നിങ്ങൾ ചെയ്യുന്നത് നാളെ നിങ്ങളുടെ കൂടെ വരുന്നവർ ചെയ്യും. നിങ്ങളുടെ അസോസിയേറ്റ്സ് നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും അവർക്ക് വിശ്വാസം വരും, അവരത് കാണുമ്പോഴത്തേക്കും അവരത് ചെയ്യും. അപ്പൊ നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് നടക്കും. നിങ്ങൾ ചെയ്യുന്നത് പോലെ നാളെ നിങ്ങളുടെ കൂടെ വരുന്നവർ ചെയ്യും, അവർ പ്രോഡക്റ്റ് വാങ്ങും, അവർ ഉപയോഗിക്കും. സോ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ യൂസ് ദ പ്രോഡക്റ്റ്. നിർബന്ധമായിട്ടും ഫസ്റ്റില് ഓറിയൻസിന്റെ പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കണം, റെഗുലർ ആയിട്ട് ഉപയോഗിക്കണം. ദെൻ ഡ്രീം ആൻഡ് ഗോൾ ഉണ്ടാവണം, ഹെൽത്ത് ഗോൾ ഉണ്ടാവണം, ഹെൽത്ത് ഡ്രീം വേണം, വെൽത്ത് ഡ്രീം വേണം, ഹാപ്പിനെസിനെ കുറിച്ച്, ഇത് മൂന്നിനെ കുറിച്ച് നിങ്ങൾക്ക് ഡ്രീം ഉണ്ടാവണം. ആരോഗ്യം, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയാവണം, നിങ്ങളുടെ സമ്പത്ത് എങ്ങനെയാവണം, നിങ്ങളുടെ സന്തോഷം എങ്ങനെയുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടാവണം. ഹെൽത്ത് ഡ്രീം. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ, ലൈഫ് ലോങ് ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ റെഗുലർ ആയിട്ട് ഓറിയൻസിന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കും. റെഗുലർ ആയിട്ട് ഉപയോഗിക്കും. ഇറ്റ്സ് എ സപ്ലിമെന്റ്, ഇറ്റ്സ് നോട്ട് എ മെഡിസിൻ. അസുഖക്കാർക്കുള്ള പ്രോഡക്റ്റ് അല്ല ഓറിയൻസിൻ്റെത്. ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സഹായിക്കുന്ന പ്രോഡക്റ്റുകളാണ്. അതുകൊണ്ട് റെഗുലർ യൂസ് ചെയ്യും. നന്നായിട്ട് വെള്ളം കുടിക്കുക, റെഗുലർ വെള്ളം കുടിക്കുക. 2-3 ലിറ്റർ വെള്ളം റെഗുലർ ആയിട്ട് നിങ്ങൾ കുടിക്കുക എല്ലാ ദിവസവും. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക. രാവിലെ എഴുന്നേൽക്ക്, ഡയമണ്ട് അവർ ചെയ്യ്, ഒന്നുകിൽ മെഡിറ്റേഷൻ ചെയ്യ്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് നിങ്ങൾ ഒരു 10, 20, 30 മിനിറ്റ് പ്രാർത്ഥിക്കുക. ദെൻ തിങ്ക് പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നല്ലത് നടക്കുമെന്നും നല്ലത് വരാൻ പോകുന്നുവെന്നും നല്ല സമയമാണിതൊന്നും നിങ്ങൾ വിശ്വസിക്കുക. എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കും, പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിരിക്കും. നിങ്ങൾക്ക് അസുഖങ്ങൾ വരത്തേയില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളത് ഫോളോ ചെയ്ത് നോക്കിക്കുക. അടുത്ത വെൽത്ത് ഡ്രീം. എത്ര പൈസ നിങ്ങൾക്ക് വേണം, എന്ന് വേണം നിങ്ങൾ എഴുതി വെക്കുക. മാസം 25,000 രൂപ വരുമാനം എന്ന് വേണം, മാസം 1 ലക്ഷം രൂപ വരുമാനം എന്ന് വേണം, മാസം 2 ലക്ഷം രൂപ വരുമാനം എന്ന് വേണം, എന്ന് റോയൽ ഡയമണ്ട് ആവണം, ആഴ്ചയിൽ 2,70,000 വാങ്ങണം, എന്ന് മാസം 10,80,000 വേണം. നിങ്ങൾ ആഗ്രഹിക്കണം ആദ്യം, എന്നിട്ട് അത് എഴുതി വെക്കണം. എത്ര ഗോൾഡ് നിങ്ങൾക്ക് വേണം എന്ന് വേണം, ഏത് കാർ നിങ്ങൾക്ക് വേണം എന്ന് വേണം, ഏത് വീട് നിങ്ങൾക്ക് വയ്ക്കണം ഇനി എന്ന് വയ്ക്കണം. നിങ്ങളുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടാവണം, ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടാവണം, എത്ര ലക്ഷം വേണം, എത്ര കോടി വേണം, ഇത് ആഗ്രഹിക്കണം. ആ ഒരു വെൽത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടാവണം. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും നടക്കും. അതാണ് ഈ ഇൻഡസ്ട്രിയുടെ, എക്സ്പെഷ്യലി ഓറിയൻസിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. ആഗ്രഹിക്കുന്നത് നടക്കുക തന്നെ ചെയ്യും, ഒരു ഡൗട്ടും വേണ്ട. അസാധ്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ഇൻഡസ്ട്രിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി
അതിനനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കണം. ദെൻ ഡ്രീം ആൻഡ് ഗോൾ, തിങ്ക് ബിഗ്. വലുതായിട്ട് ചിന്തിക്കണം. കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയിലും കമ്പനിയിലും വന്നിട്ട് നമ്മൾ ആയിരങ്ങളല്ല ചിന്തിക്കേണ്ടത്, ലക്ഷങ്ങളെയും കോടികളെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അത് റിയാലിറ്റി ഉണ്ടാവണം, റിയൽ ആയിരിക്കണം. നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല, പ്രവർത്തിക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അത് മനസ്സിലാക്കി ചിന്തിക്കണം, വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടിയതായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, മനസ്സിൽ അത് വിഷ്വലൈസ് ചെയ്യണം. ഒപ്പം ഒരു ടാർഗറ്റ് വെച്ച് അത് ഫോക്കസ് ചെയ്യണം, ആ ലക്ഷ്യം വെക്കണം. ലക്ഷ്യം വെച്ചിട്ട് ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ഒരു കാര്യം വലുതായിട്ട് ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് തന്നെ എപ്പോഴും ചിന്തിക്കുന്നു, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് വിൽ സപ്പോർട്ട് യു. പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നത്, ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തും. അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ എക്സാമ്പിൾസ് ആയിട്ടുണ്ട്. നിങ്ങളും ആഗ്രഹിക്കുക, അതിൽ ഫോക്കസ് ചെയ്യും, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. നിങ്ങളെ ദൈവം അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. ദാറ്റ് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുമോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങളുടെ ഗോൾ നിങ്ങൾ 3 രീതിയിൽ സെറ്റ് ചെയ്യണം. ഒന്ന് ഷോർട്ട് ടൈം ഗോൾ, 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ എത്തണം, എന്തായിട്ട് മാറണം, ഏത് റാങ്കിൽ എത്തണം, എത്ര രൂപ വരുമാനം ഉണ്ടാക്കണം, ഇത് നിങ്ങൾ എഴുതി വെക്കണം. മിഡ് ടൈം ഗോൾ, ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ കമ്പനിയുടെ ഏത് ലെവലിൽ എത്തണം, നിങ്ങളുടെ മന്ത്ലി എത്ര രൂപ ഇൻകം ഉണ്ടാവണം, ഇത് നിങ്ങൾ ആഗ്രഹിക്കുക, എഴുതി വെക്കുക, ഗോളായിട്ട് എഴുതി വെക്കുക. ഒപ്പം തന്നെ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഓറിയൻസിൽ എവിടെ എത്തണം, എത്ര രൂപ ഇൻകം ഉണ്ടാവണം, ഏത് ലെവലിലുള്ള ലൈഫ് നിങ്ങൾ ആ സമയത്ത് ഏത് രീതിയിൽ നിങ്ങൾ ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തില് 6 ഡയമണ്ടും 20,000 രൂപയിൽ കുറയാതെ വരുമാനം വാങ്ങുന്ന വ്യക്തിയായിട്ട് മാറണം. ഫുൾ ടൈമർ ആണെങ്കിൽ നിങ്ങൾ 7 ഡയമണ്ട് അടിക്കണം, 1 ലക്ഷം രൂപയിൽ കുറയാത്ത വരുമാനം ഉണ്ടാവണം. നിങ്ങൾ മിഡ് ടൈം ഗോളിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഡയമണ്ട് ഡയറക്ടർ ആവണം, മാസം 1 ലക്ഷം രൂപയിൽ വരുമാനം കൂടുതൽ ഉണ്ടാവണം. നിങ്ങൾ ഫുൾ ടൈമർ ആണെങ്കിൽ ക്രൗൺ അംബാസഡർ ആയിട്ടുണ്ടാവണം, 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം നേടിയിട്ടുണ്ടാവണം. ഇനി ലോങ് ടൈം ഗോൾ, ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ക്രൗൺ അംബാസഡർ ആയിട്ടുണ്ടാവണം, ഫുൾ ടൈമർ ആയിട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 2 ID ക്രൗൺ അംബാസഡർ ആയിട്ട് ഒരു 25 ലക്ഷം രൂപയെങ്കിലും മാസം വരുമാനം വാങ്ങുന്ന വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാവണം. ഇതാണ് ഗോള്. അത് വിഷ്വലൈസ് ചെയ്യണം. ആ ഒരു ലെവലിൽ നിങ്ങൾ ഒരു 3 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എത്തുന്ന ആ പൊസിഷനിൽ നിങ്ങൾ എത്തുമ്പോൾ ഉള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നത്, നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നത്, നിങ്ങൾ കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീടുകളിൽ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ താമസിക്കുന്നത്, ലൈഫ് എൻജോയ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിൽ കാണാൻ കഴിയണം. ദെൻ ഫോക്കസ്ഡ് ടാർഗറ്റ് ഫോക്കസ് ചെയ്യുക, ലക്ഷ്യം വിടാതെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യരുത്, ഒരിക്കലും വിട്ടുകൊടുക്കരുത്, തോറ്റ് പിന്മാറരുത്. നാണക്കേടാണ്. ഈ ലോകം ഭീരുക്കൾക്കുള്ളതല്ല, ധീരന്മാർക്കുള്ളതാണ് ഈ ലോകം. വിജയം എന്ന് പറയുന്നത് ഭീരുക്കൾക്കുള്ളതല്ല. വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത് പോരാളികളാവണം. പോരാടാൻ കഴിവുള്ള വ്യക്തിയായിട്ട് മാറണം. പോരാടാനുള്ള ഒരു മനസ്സുള്ളവനാവണം. അവരൊന്നും വിട്ടുകൊടുക്കൂല, വിട്ടുപോകത്തൂല്ല. ഓറിയൻസ് വിട്ടുപോയിട്ടുള്ള ഒരുത്തിനും രക്ഷപ്പെട്ടിട്ടുമില്ല. ദെൻ റിവേഴ്സ് കാൽക്കുലേഷൻ നിങ്ങൾക്ക് വേണം. 1 വർഷം കഴിയുമ്പോൾ അവിടെ എത്തണമെങ്കിൽ 6 മാസം കഴിയുമ്പോൾ എവിടെ എത്തണം, 3 മാസം കഴിയുമ്പോൾ എവിടെ എത്തണം, 2 മാസം കഴിയുമ്പോൾ എവിടെ എത്തണം, അടുത്ത മാസം എവിടെ എത്തണം, 2 ആഴ്ച കഴിയുമ്പോൾ എവിടെ എത്തണം, അടുത്ത ആഴ്ച എവിടെ എത്തണം, ഈ കട്ട് ഓഫിൽ എവിടെ എത്തണം. അതാണ് റിവേഴ്സ് കാൽക്കുലേഷൻ. അത് എഴുതി വെക്കണം. ഇതെല്ലാം സെറ്റ് ആക്കിയതിനു ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, ലിസ്റ്റ് മേക്ക് ചെയ്യണം. ലിസ്റ്റ് ഈസ് മസ്റ്റ്. വിത്തൗട്ട് ലിസ്റ്റ് നിങ്ങൾക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ തുടങ്ങാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയില്ല. എന്താണ് ലിസ്റ്റ്? നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് അല്ലെ? ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പരിചയക്കാരുണ്ട്, അയൽവാസികളുണ്ട്, സമൂഹത്തിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന, സമൂഹമായിട്ട് ബന്ധമുള്ള ആൾക്കാരുമായിട്ട് കണക്ഷനുള്ള ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയിട്ട് മിനിമം ഒരു 100 പേരുടെയെങ്കിലും പേര് നിങ്ങളുടെ ബുക്കിലോ ഡയറിയിലോ നിങ്ങൾ എഴുതി വെക്കണം. പലപ്പോഴും സംഭവിക്കുന്നത്, എഴുതാൻ പറഞ്ഞാൽ ആൾക്കാർ എഴുതാറില്ല. എഴുതി വെച്ചാൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ടുള്ള ലിസ്റ്റ് ആവുള്ളൂ. സീരിയൽ നമ്പർ ഇടുക, പേര്, ദെൻ ഫോൺ നമ്പർ, സ്ഥലം ആദ്യം എഴുതുക, ഫ്രണ്ട്സ് ഹെഡിങ് കൊടുക്കുക, എഴുതുക, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്,
മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, നമ്മുടെ ജില്ലയിലുള്ളവർ, അതർ ജില്ലയിലുള്ളവര്, മറ്റ് സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരെയൊക്കെ തനിയായിട്ട് ലിസ്റ്റ് എഴുതി വെക്കുക. മിനിമം ഒരു 100 പേരുടെങ്കിലും ലിസ്റ്റ് നിങ്ങൾ എപ്പോൾ കംപ്ലീറ്റ് ചെയ്യോ അപ്പം നിങ്ങളുടെ ബിസിനസിന്റെ വിജയം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ തുടങ്ങത്തേ ഉള്ളൂ എന്ന്. 100 പേരുടെ നിന്ന് ലിസ്റ്റ് എടുക്കാതെ ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ ചെയ്തു തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. 100 പേരുടെ ലിസ്റ്റ് മസ്റ്റായിട്ട് എഴുതാം. അതിൽ നിന്ന് ആൾക്കാരെ ആദ്യം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യണം. ഒന്ന്, 10,000 രൂപയെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന വ്യക്തി, മാൻ കാറ്റഗറി എന്ന് പറയും, MAN. മാൻ എന്ന് പറയുന്നത്, M എന്ന് പറയുന്ന മണി. 13,000 രൂപയെങ്കിലും അറേഞ്ച് ചെയ്യാനുള്ള കഴിവ് ആ വ്യക്തിക്കുണ്ടോ പരിശോധിക്കണം. A എന്ന് പറയുന്നത് അതോറിറ്റി, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവുള്ള വ്യക്തിയാണോ പരിശോധിക്കണം. N, നീഡി പേഴ്സൺ ആണോ, ഈ പ്രോഡക്റ്റോ ഓർ ബിസിനസ്സോ ആ വ്യക്തിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഈ MAN, ഈ മൂന്നും, മണിയും അതോറിറ്റിയും നീഡും ശരി വരുന്ന വ്യക്തികളെ മാത്രം നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിൽ എടുക്കണം. അവരുടെ അടുത്ത് മാത്രം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ട് അവരെ മാത്രം നിങ്ങൾ ആദ്യം കാണാൻ ശ്രമിക്കണം. അവരെ മാത്രം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ആ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് 100 പേരുടെ ലിസ്റ്റ് എടുത്ത് അതിൽ നിന്ന് ഒരു 20 പേരെ സെലക്ട് ചെയ്ത്, ഇപ്പൊ 3 കാറ്റഗറിയും ടിക്ക് വരുന്നത് ചിലപ്പോൾ ഒരു 20 പേര് 25 പേരോ കാണും, മാക്സിമം 30 പേര് കാണും. അവരെ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം, അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യണം. എന്തിലേക്ക്, എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം? ഒന്നിൽ ഫോണിലൂടെ ഇൻവൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നേരിട്ട് പോയി ഇൻവൈറ്റ് ചെയ്യണം. ഫോണിലൂടെ ആണെങ്കിൽ ഓറിയൻസിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളോ കൂടുതലൊന്നും പറയരുത്. ഒരു ഹിന്റ് മാത്രം കൊടുക്കുക. ഞാനൊരു ഇന്റർനാഷണൽ കമ്പനിയുടെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. കേട്ടിടത്തോളം നല്ലൊരു പ്രോജക്റ്റ് ആണ്. ഞാനിത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്കൊരു 3-4 പാർട്ട്നേഴ്സിന്റെ ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇവിടെ വെച്ച് നടക്കുകയാണ്. നീ ഉറപ്പായിട്ടും വരണം. ഇത് മാത്രമേ പറയാവൂ. അവർ പല കാര്യങ്ങളും ഇങ്ങോട്ട് സംശയം ചോദിക്കും. നിങ്ങൾ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും ചിന്തിക്കും, ചിലപ്പോൾ അവർ സ്കിപ്പ് ആവും. അതുകൊണ്ട് ഹിന്റ് മാത്രം കൊടുക്കുക, വിളിക്കുക. ഡയറക്റ്റ് പോയി വിളിച്ചാലും ജസ്റ്റ് ഒരു ഐഡിയ മാത്രം കൊടുക്കുക, അവരെ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. 3 രീതിയിൽ ഇപ്പം ആൾക്കാരുടെ നമ്മൾ സംസാരിക്കുമ്പോഴേ ചിലപ്പോൾ ആൾക്കാർ ഒബ്ജക്ഷൻ പറയും. ഐ ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ് എന്ന് പറയും, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറയും. കുഴപ്പമില്ല, ഈ ബിസിനസ്സിൽ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ലെന്ന് പറയണം. ഈ ബിസിനസ്സിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരുടെ കൂടെ വന്നാൽ മതി വിജയിക്കാൻ പറ്റുമെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ചില ആൾക്കാർ പറയും ഐ ഡോണ്ട് ഹാവ് ടൈം, എനിക്ക് സമയമില്ലെന്ന് പറയും. ഈ ബിസിനസ്സിന് ഒരു വ്യക്തിയുടെ സമയത്തിന് ഒരു പ്രാധാന്യവും ഇല്ല, പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് സമയമില്ലെങ്കിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പല ബന്ധങ്ങളുണ്ട്. അവർക്ക് സമയമുണ്ട്, എനിക്ക് സമയമുണ്ട്, നമ്മൾ ബിസിനസ് ചെയ്തോളാം, നിങ്ങളൊന്ന് സപ്പോർട്ടീവായിട്ട് കൂടെ നിന്നാൽ മതി എന്ന് മാത്രം പറയാം. എന്താ കുഴപ്പം? ചില ആൾക്കാർ പറയും ഇതുപോലെ കുറെ കമ്പനികൾ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഇതൊന്നും വർക്കൗട്ട് ആവില്ലെന്ന് പറയും. അപ്പൊ അവിടുത്തെ പറയേണ്ടത് ആയിരിക്കാം, വന്നിട്ടുണ്ടാവാം. പക്ഷെ ഓറിയൻസ് ഒരു പുതിയ കമ്പനിയല്ല, 17 വർഷം കംപ്ലീറ്റ് ചെയ്ത കമ്പനിയാണ്. ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല 8 രാജ്യങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഇത്രയും ആൾക്കാർ വിജയിച്ച കമ്പനിയാണ്. സോ ഇനി ഇത് നിലനിൽക്കൂലെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കമ്പനി വളരുകയാണ്. ഒരു 5 വർഷം കഴിയുമ്പോൾ 100 രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. കൂടെ വന്നാൽ രക്ഷപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ദെൻ ഡയറക്ട് സെല്ലിംഗ് ലീഗൽ ആണോ എന്ന് ചില ആൾക്കാർ ചോദിക്കും. അവരുടെ അടുത്ത് പറയുക, ഇപ്പോൾ കമ്പനി അല്ല, ഇപ്പോ ഈ ഇൻഡസ്ട്രി ലീഗലാണ്. ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഫുൾ സപ്പോർട്ട് ഉണ്ട്. എക്സ്പെഷ്യലി കേരള ഗവൺമെന്റ് ലിസ്റ്റ് ഇട്ടതില് നമ്മുടെ കമ്പനിയുടെ പേര് ആ ലിസ്റ്റിനകത്തുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. ഓൾറെഡി ഗ്രൂപ്പുകളിലൊക്കെ അതിന്റെ ഫോട്ടോസ് വന്നതാണ്, അത് നിങ്ങളുടെ കയ്യിൽ കരുതുക. അതൊക്കെ എവിഡൻസ് ആണ്, കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ദെൻ പ്രസന്റേഷൻ മെത്തേഡ് 4 രീതിയിലാണ് മെയിനായിട്ട് പ്രസന്റേഷൻ വരുന്നത്. 1, 1-to-1 പ്രസന്റേഷൻ, ഒരാളിനെ ഒറ്റയ്ക്ക് പോയി കണ്ട് സംസാരിക്കുന്ന രീതി. 2, ഹോം മീറ്റിംഗ്, ഒരു വീട്ടിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്ന രീതി. 3, OBM അല്ലെങ്കിൽ BOP, വീക്കിലി ഓരോ ദിവസങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ. ഒപ്പം തന്നെ 4-മത്തെ ഒരു മെത്തേഡ് കൂടിയുണ്ട്, ഓൺലൈൻ മീറ്റിംഗ്. സൂമിലും ഗൂഗിൾ മീറ്റിലും നടക്കുന്ന ഓൺലൈൻ മീറ്റിങ്ങുകൾ. ഈ 4 മെത്തേഡുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. അതിന് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 1-to-1 ആണ്. അത് ഒറ്റയ്ക്ക് ഒരാളിനെ പോയി കാണുന്ന രീതിയാണ്. ഇനി ഈ 1-to-1 എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. എങ്ങനെയാണ് 1-to-1 പ്രസന്റേഷൻ നടത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോ, ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ 2-മത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഹൗസ് മീറ്റിംഗ്. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അസോസിയേഷന്റെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ വ്യക്തിയുടെ വീട്ടിലോ 10 പേരെ വിളിച്ച് 5-10 പേരെ വിളിച്ചിരുത്തി ഓറിയൻസിനെ കുറിച്ച് പ്രസന്റേഷൻ നടത്തുന്ന മീറ്റിംഗ് ആണ് ഹൗസ് മീറ്റിംഗ് അല്ലെങ്കിൽ ഹോം മീറ്റിംഗ്. ആ ഹോം മീറ്റിംഗ് എങ്ങനെയാണ് സക്സസ് ആയിട്ട് നടത്താൻ കഴിയുന്നത് എന്നുള്ളതിന്റെ വീഡിയോയും വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കത് ചാനൽ സബ്സ്ക്രൈബ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത്
ആ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ടുള്ള ഹൗസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 100% റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ OPM അല്ലെങ്കിൽ BOP, വീക്കിലി നടക്കുന്ന മീറ്റിങ്ങുകൾ, അവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ആൾക്കാരെ കൊണ്ട് എത്തിച്ചാൽ മതി. പ്രസന്റേഷൻ എടുക്കാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. ഹൗസ് മീറ്റിംഗിലാണെങ്കിലും ശരി, നിങ്ങൾ 5-10 പേര് അറേഞ്ച് ചെയ്താൽ മതി, ലീഡേഴ്സ് വന്ന് സംസാരിക്കും. ഒപ്പം തന്നെ ഗൂഗിൾ മീറ്റ്, ഓൺലൈൻ മീറ്റിങ്ങുകൾ, ഗൂഗിൾ മീറ്റിലും സൂം മീറ്റിംഗിലും നടക്കുന്ന മീറ്റിങ്ങുകൾ, അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾ ലിങ്ക് കൊടുത്താൽ മാത്രം മതി. ഏത് സമയത്താണോ നടക്കുന്നത് ആ മീറ്റിംഗിന്റെ സമയത്ത് ആ വ്യക്തിക്ക് ജോയിൻ ചെയ്യാം. എവിടെയുള്ള വ്യക്തികളെ വേണമെങ്കിലും ജോയിൻ ചെയ്യിപ്പിക്കാം. നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ ജില്ലയിൽ, അന്തർ ജില്ലയിൽ, അന്തർ സ്റ്റേറ്റിൽ, അന്തർ കൺട്രിയിൽ, ലോകത്ത് എവിടെയുള്ള വ്യക്തികൾക്കും ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് പ്രയോജനപ്പെടുത്തുക. ഒപ്പം തന്നെ ഫോളോ അപ്പ്, പ്രസന്റേഷൻ കഴിഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യുക. ഡെയിലി 2 പ്രാവശ്യമെങ്കിലും ഫോളോ അപ്പ് ചെയ്യുക. 5 ദിവസം കൂടുമ്പോഴത്തേക്ക് അവരായിട്ട് കീപ്പ് ഇൻ ടച്ചിൽ നിൽക്കുക. അവർക്ക് പ്രോഡക്റ്റ് വാങ്ങിയ വ്യക്തികളാണ്, കഴിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. റിസൾട്ട് കിട്ടിയാൽ അതുപോലുള്ള മറ്റു വ്യക്തികളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പറയുക. റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളുടെ പ്രസന്റേഷൻ കൊടുത്തവരെ ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തവരെ ഫോളോ അപ്പ് ചെയ്യുക. പ്രോഡക്റ്റ് വാങ്ങിയവരെ ഫോളോ അപ്പ് ചെയ്യുക. റെഗുലർ ഫോളോ അപ്പ് ഉണ്ടാവണം. എന്നാലേ അവരുമായിട്ട് നമുക്ക് നമ്മുടെ ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഒപ്പം തന്നെ ഫോളോ അപ്പ് ചെയ്യുക. IBSനെ ഫോളോ അപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ പ്രോഡക്റ്റ് വാങ്ങി, അവർ കഴിച്ചു, അവർക്ക് റിസൾട്ട് കിട്ടി. അവർക്ക് റിസൾട്ട് കിട്ടിയതെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് റെഗുലർ ബന്ധം ഉണ്ടാവണം. ഫോളോ അപ്പ്, സംസാരിക്കണം. ഈ ഫോളോ അപ്പിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ചാനലിൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് കഴിയും വരും ദിവസങ്ങളിൽ. എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ അവർക്ക് നല്ല പ്രോഡക്റ്റിന്റെ റിസൾട്ട് കിട്ടിയാലോ, അതുപോലുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തി തരാൻ പറയണം. 2 ദിവസത്തിനകത്ത്, ഒരു 36 മണിക്കൂറിനകത്തെങ്കിലും അവരുടെ കെയർ ഓഫിൽ അവർക്ക് വേണ്ടപ്പെട്ട, ഇപ്പൊ ഷുഗറിന് പ്രോഡക്റ്റ് കഴിച്ചു, റിസൾട്ട് കിട്ടി, അവരുടെ പറയുക. നിങ്ങളുടെ പരിചയത്തിൽ ഷുഗർ ഉള്ള ഒരു 3-4 പേരെ പരിചയപ്പെടുത്തി തരാൻ പറയണം. അവിടെ പോയിട്ട് നിങ്ങൾ സംസാരിക്കണം. ദേ ഇവർക്ക് പ്രോഡക്റ്റ് കഴിച്ച് റിസൾട്ട് കിട്ടി, ഈ പ്രോഡക്റ്റ് കഴിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് പറയാം. അങ്ങനെ എന്ത് കേസിനും ആയിക്കോട്ടെ, പ്രോഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് റീറ്റെയിൽ ചെയ്യുക. MRPക്ക് റീറ്റെയിൽ ചെയ്തിട്ട് ബാക്കി ലാഭം ഇവർക്ക് കൊടുക്കുക. അതിനുശേഷം 2 ദിവസത്തിനകത്ത് മിനിമം ഒരു 3 പ്രസന്റേഷൻ അവരുടെ കെയർ ഓഫിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ചെയ്യുക. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വെച്ചുകൊണ്ടിരിക്കരുത്, അവരുടെ കൂടെ ഇറങ്ങണം. അവിടെ കൂടെ ഇറങ്ങി അവരുടെ ബന്ധങ്ങളിലേക്ക് നിങ്ങൾ എത്തണം. അവരെ ഈ ബിസിനസ്സിലേക്ക് എത്തിക്കണം. ദെൻ അടുത്ത പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യുക. അടുത്ത BOP എന്നാണ്, എവിടെയാണ് പറയുക. അടുത്ത ഗൂഗിൾ മീറ്റ്, സൂം മീറ്റിംഗ് എന്നാണ്, എവിടെയാണ് പറയുക. അടുത്ത ട്രെയിനിങ് പ്രോഗ്രാം എന്നാണ്, എവിടെയാണ് പറയുക. അവരെ എത്തിക്കുക. അവർക്ക് കോൺഫിഡന്റ് കിട്ടണമെങ്കിൽ അവർ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം. ദെൻ ഷെയറിംഗ് ആൻഡ് സ്പോൺസറിങ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെന്ത് ചെയ്യണം? സ്പോൺസർഷിപ്പ്, റിക്രൂട്ട്മെന്റ് നടക്കണം. അതിനെന്ത് ചെയ്യണം? ആദ്യം അപ്പോയിന്റ്മെന്റ് എടുക്കണം, ദെൻ പ്രസന്റേഷൻ കൊടുക്കണം. ആ അപ്പോയിന്റ്മെന്റ് തന്ന ദിവസം പോയി കണ്ട് പ്രസന്റേഷൻ കൊടുക്കണം, ഫോളോ അപ്പ് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അത്രേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് സ്പോൺസർ ചെയ്യേണ്ടത്? മറ്റു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ടുവരേണ്ട ആവശ്യകത എന്താ? നിങ്ങളുടെ ടൈം മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടീം ഉണ്ടാവണം, നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവണം. നിങ്ങൾക്ക് ഹ്യൂജ് ഇൻകം വേണോ? നിങ്ങളുടെ ടീമിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവണം. ബിസിനസ് ചെയ്യുന്നവർ നിങ്ങളുടെ ടീമിലേക്ക് വരണം. കരിയർ ലെവൽ ഇൻകം, ഹോണറി ബോണസ്, ഹയർ റാങ്കുകൾ അച്ചീവ് ചെയ്യണമെങ്കിലോ നിങ്ങളുടെ ടീമിൽ വലിയ ബിസിനസ് നടക്കണം. അതിനും വലിയൊരു ടീം ഉണ്ടായി വരണം. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്കുകൾ, അടുത്ത റാങ്കുകളിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ നല്ല ടീം ഉണ്ടാവണം. ടീം ഉണ്ടാവുന്നത് റിക്രൂട്ട്മെന്റിലൂടെയാണ്, സ്പോൺസറിങ്ങിലൂടെയാണ്. നിങ്ങൾ സ്പോൺസർ ചെയ്ത് തുടങ്ങണം. എങ്ങനെയാണ് സ്പോൺസർ ചെയ്യേണ്ടത്? ബിസിനസ് അവതരിപ്പിക്കാൻ, BOP, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം, അല്ലെങ്കിൽ ഹൗസ് മീറ്റിംഗിൽ അറേഞ്ച് ചെയ്യണം. ദെൻ പ്രസന്റേഷൻ നടത്തണം. ദെൻ ആ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം അവരെ ഫോളോ അപ്പ് ചെയ്യുക. കോൺഫിഡന്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തെടുക്കണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഷെയർ ചെയ്യണം, പ്രോഡക്റ്റ് ഷെയർ ചെയ്യണം. മാക്സിമം കസ്റ്റമേഴ്സിന് നിങ്ങൾ പ്രോഡക്റ്റുകൾ റെഗുലർ ആയിട്ട് നിങ്ങൾ കൊടുക്കണം. റീറ്റെയിൽ ചെയ്യണം, കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് ഷെയർ ചെയ്യണം. ദെൻ സ്പോൺസർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ പുതിയ ആൾക്കാരെ ബിസിനസ് ടീമിലേക്ക് സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കണം. റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം, റെഗുലർ ആയിട്ട് നടത്തണം. എന്തിനു വേണ്ടിയിട്ടാ? ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒപ്പം തന്നെ സെക്യൂർ ചെയ്യണം. നിങ്ങളുടെ കൂടെ, നിങ്ങൾ പുതിയ പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് നിലനിർത്താൻ കൂടി കഴിയണം. അവരുടെ കെയർ ഓഫിന് ബിസിനസ് നടക്കാനുള്ള സപ്പോർട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കണം. അവർക്ക് റെഗുലർ വരുമാനം നിങ്ങൾ വാങ്ങി കൊടുക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ ടീമിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ കൺസിസ്റ്റൻസി ആൻഡ് പെർസിസ്റ്റന്റ്, തുടർച്ചയായിട്ടും നിരന്തരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് യൂസ് ദ പ്രോഡക്ട്സ്. പ്രോഡക്റ്റ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണം. ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യരുത്. നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം.
ദെൻ ഷെയർ മാർക്കറ്റിംഗ് പ്ലാൻ പ്രസന്റേഷൻ. ഈ ബിസിനസ് പ്ലാൻ നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് റെഗുലർ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ ദിവസവും ആൾക്കാർക്ക് ഓറിയൻസിന്റെ പ്രസന്റേഷൻ കൊടുക്കണം, ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കണം. അത് ഒരു ദിവസം പോലും ബ്രേക്ക് വരരുത്. വിജയിക്കണമെങ്കിൽ ബ്രേക്ക് വരരുത്. ദെൻ റെഗുലർ കോൺടാക്ട് വിത്ത് അപ്ലൈൻ ആൻഡ് അസോസിയേറ്റ്സ്. നിങ്ങളുടെ ടോപ്പ് ലീഡേഴ്സ് ആയിട്ടും നിങ്ങളുടെ ടീം മെമ്പേഴ്സുമായിട്ടും നിങ്ങൾ റെഗുലർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ഫോൺ വിളിക്കണം. എങ്ങനെയാണ് ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ദെൻ പാർട്ടിസിപ്പേറ്റ് മീറ്റിംഗ് ആൻഡ് ട്രെയിനിങ്. റെഗുലർ ആയിട്ട് മീറ്റിംഗും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. അവിടെ നിങ്ങളുടെ ചാർജിങ് സ്റ്റേഷനാണ് നമ്മുടെ മീറ്റിംഗ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിവ് കിട്ടും, നിങ്ങൾക്ക് കോൺഫിഡന്റ് കിട്ടും, നിങ്ങൾക്ക് എനർജി കിട്ടും, നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. ദെൻ ഓൾവേസ് കോൺഫിഡൻസ് വിത്ത് ഓറിയൻസ്. ഓറിയൻസിൽ ദൈവമാണ് നിങ്ങളെ എത്തിച്ചത്. നിങ്ങൾ ഈ കമ്പനിയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ 100% നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിന് നന്ദി പറയണം. കോൺഫിഡന്റ് ആയിട്ട് ഓറിയൻസോടൊപ്പം നിങ്ങൾ യാത്ര തുടരണം. അതിൽ ഒരിക്കലും ബ്രേക്ക് വരരുത്. ഓൾവേസ് അത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ കൺസിസ്റ്റൻസി ആൻഡ് പെർസിസ്റ്റന്റ് എന്ന് പറയുന്നത് സക്സസിന് ആധാരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമേ സക്സസ് തരുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബിലീവ്, വിശ്വാസം ഉണ്ടാവണം. 4 കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം. ഒന്ന്, ബിലീവ് യുവർ കമ്പനി. ഓറിയൻസിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം. ഈ കമ്പനി നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം കൊണ്ടുവന്ന കമ്പനിയാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയണം. ആ ഒരു വിശ്വാസം ഉണ്ടാവണം. ഇന്ന് ലക്ഷക്കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിൽ അസാധാരണ മാറ്റം ഉണ്ടാക്കിയ കമ്പനിയാണ് ഓറിയൻസ്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയണം. ഇവിടെ ആയിരക്കണക്കിന് വ്യക്തികളുടെ അനുഭവം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. വിജയിച്ചു കൊണ്ടിരിക്കുന്ന, വിജയിച്ചു കഴിഞ്ഞ ആയിരക്കണക്കിന് വ്യക്തികൾ ഈ കമ്പനിയിലുണ്ട്. സോ ആ കമ്പനിയെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഓൾറെഡി പ്രൂവ് ചെയ്ത കമ്പനിയാണ്. ദെൻ ബിലീവ് യുവർ പ്രോഡക്ട്സ്. നമ്മുടെ പ്രോഡക്ട്സിനെ നിങ്ങൾ വിശ്വസിക്കണം. ഇന്ന് ലക്ഷക്കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാറ്റം കൊടുത്തൊരു കമ്പനിയാണ് ഓറിയൻസ്. ആയിരക്കണക്കിന് ഡയാലിസിസ് കേസുകൾ സ്റ്റോപ്പ് ചെയ്ത, 10,000-കണക്കിന് ഷുഗർ രോഗികളുടെ ഷുഗർ മാറ്റിയ, ആയിരക്കണക്കിന് വിവിധ തരത്തിലുള്ള രോഗങ്ങളെ ക്യൂർ ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ കാണിച്ചു തരാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് ഓറിയൻസ്. ഓറിയൻസിന്റെ പ്രോഡക്റ്റുകൾ അത്രയും റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റുകളെ നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം. ഇനി ഈ പ്രോഡക്റ്റ് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടാത്ത ഒരാളിനെയും ഞാൻ ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കണ്ടിട്ടില്ല. എല്ലാവർക്കും കൃത്യ കോമ്പിനേഷനിൽ സമയം കഴിച്ച എല്ലാ വ്യക്തികൾക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിനെ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചേ പറ്റൂ. അത് സത്യമാണ്. അതുപോലെ തന്നെ ബിലീവ് യുവർ പ്ലാൻ. ഈ പ്ലാൻ അനുസരിച്ച് ബിസിനസ് ചെയ്താൽ വിജയിക്കാൻ പറ്റും. വരുമാനം കിട്ടും. 100 രൂപയുടെ 2 ബിസിനസ് J019 കിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3,800 രൂപ കിട്ടും. അതൊരു തുടക്കമാണ്. ആ 3,800 നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് 38,000 കിട്ടും, 3 ലക്ഷവും കിട്ടും, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അൺലിമിറ്റഡ്. ഒരാഴ്ചയിൽ ഒരു ഐഡിയയിൽ തന്നെ 2,70,000. 2 ഐഡിയ ഉണ്ടെങ്കിൽ 5,40,000 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാം. മാസം ഒരു ഐഡിയയിലാണെങ്കിൽ 10,80,000 രൂപ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് പ്ലാൻ. ഇത്രയേറെ അച്ചീവേഴ്സ് ഉള്ള വേറെ ഏത് കമ്പനി ഉണ്ട് ഓറിയൻസ് അല്ലാതെ? അപ്പൊ ആ പ്ലാനിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ഒപ്പം തന്നെ ബിലീവ് യുവർ സെൽഫ്. നിങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം. ദൈവം ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിജയിപ്പിക്കാനാണ്. നിങ്ങളെ വിശ്വസിച്ചു തുടങ്ങിയാൽ പിന്നെ നിങ്ങളെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല പ്രിയ സുഹൃത്തെ. നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങണം. നിങ്ങൾക്കും കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയണം. നിങ്ങൾ പറഞ്ഞാലും ആൾക്കാർ ഈ ബിസിനസ്സിലേക്ക് വരുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയണം. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പോകുന്നതെന്നുള്ളൊരു വിശ്വാസവും കോൺഫിഡൻറ്റും നിങ്ങൾക്കുണ്ടാവണം. യു വിൽ ഡെഫിനറ്റ്ലി സക്സസ്. യു വിൽ ഗെറ്റ് സക്സസ്. ദെൻ ഫോളോ ദ എത്തിക്സ്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഫോളോ ദ റൂൾസ്. ഗോസിപ്പുകൾ പറയാതിരിക്കുക. പരദൂഷണം അവിടെ ഉള്ളത് ഇവിടെ പറയുക, അമ്മാതിരി പരിപാടികൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തവനൊന്നും രക്ഷപ്പെട്ടിട്ടുമില്ല. ഇത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയല്ല. കുറച്ചു നാൾ ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ച് കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് വിജയിക്കാൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒപ്പം തന്നെ കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ, രോഗികൾക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ കൊടുക്കുക. പ്രൈസ് MRP കൂട്ടിയോ TP കുറച്ചോ ആർക്കും പ്രോഡക്റ്റുകൾ വിൽക്കാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങളും അനാവശ്യമായിട്ടുള്ള കമ്മിറ്റ്മെന്റുകളും ഉണ്ടാക്കരുത്. നീ കൂടെ നിന്നാ മതി, നീ ഒന്നും ചെയ്യേണ്ട, നിന്റെ 2 ടീമിനെ ഞാൻ നോക്കിക്കണം, ഞാൻ തന്നെ ബിസിനസ് ചെയ്യാനൊന്നും പറയരുത്. അതുപോലെ തന്നെ ടീം സ്നാച്ചിങ്ങും ക്രോസ് സ്പോൺസറിങ്ങും ഒന്നും ചെയ്യരുത്. മറ്റുള്ള കൊണ്ടുവരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വാ അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് വാന്നൊന്നും പറയാൻ നിൽക്കണ്ട. നീ ആദ്യം നിന്റെ കൂടെ ഉള്ളവരെ രക്ഷപ്പെടുത്താൻ നോക്ക്, എന്നിട്ട് മറ്റവരെ വലിക്കാനുള്ള കാര്യങ്ങൾ ചിന്തിക്കും. കൂടെ ഉള്ളവന്മാരെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ തന്നെ ഇവന് നിന്നിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. പിന്നെ വേറെ ആളിനെ നോക്കേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് അത് നിർത്തുക. ഒരു ടീം തരുന്ന എൻട്രി മറ്റു ടീമിനൊന്നും കൊണ്ടിട്ട്
ടീമിനെ നശിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫോളോ ദ എത്തിക്സിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ കാര്യം ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും. റെഗുലർ ആയിട്ട് മീറ്റിംഗ് സെന്ററുകൾ അറ്റൻഡ് ചെയ്യുക, BOP സെന്ററുകളിൽ അറ്റൻഡ് ചെയ്യുക, സക്സസ് ലേണിംഗ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. എല്ലാ സിസ്റ്റവും ഇവിടെ റെഡിയാണ് വിജയിപ്പിക്കാൻ. നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഇത് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ലൈഫ് സ്റ്റൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, റെസിഡൻഷ്യൽ പ്രോഗ്രാം, ഇത്തരത്തിലുള്ള എല്ലാ പ്രോഗ്രാമുകളും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക. ഈ കാണുന്ന റിവാർഡുകളൊക്കെ നാളെ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. ഓറിയൻസിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഈ പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ 7 ഡയമണ്ട് ആവും, ഗോൾഡ് ഡയറക്ടർ ആവും, ഡയമണ്ട് ഡയറക്ടർ ആവും, അംബാസഡർ ആവും, ക്രൗൺ അംബാസഡർ ആവും. എല്ലാ റാങ്കുകളിലേക്കും നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിന് ദൈവം തന്ന അവസരമാണ്. മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് കിട്ടിയ അവസരത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. വരും ദിവസങ്ങളിൽ ഓറിയൻസിൽ അറിയപ്പെടുന്ന അച്ചീവേഴ്സ് ആയിട്ട് മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ കൂടെ എന്നും നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയാണ്, മറ്റുള്ളവരുടെ നന്മയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ എന്നും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഓറിയൻസിൽ നാളുകളിൽ അറിയപ്പെടുന്ന വിജയിച്ച ഒരു വ്യക്തിയായിട്ട് മാറും. അതിന് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് ഓറിയൻസ്.